അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന മത്സ്യങ്ങളാണ്. ഈ ഫിലോപ്പിയ ഡിപ്പാർട്ട്മെന്റ് തരുന്ന പിന്നെ ചെമ്പല്ലി, വാള, പിന്നെ കട്ടില കുഞ്ഞുങ്ങൾ, പിന്നെ ഫിലോപ്പിയ തുടങ്ങിയ അത്തരം മത്സ്യങ്ങളാണ്. വയനാട്ടിന്റെ തനത് മത്സ്യങ്ങളല്ല. ഈ ഭവനരഹിതരുടെ എണ്ണം നിങ്ങളുടെ ചോദ്യാവലിയിൽ 1200 എന്ന് കാണിച്ചിട്ടുണ്ട്. അത്രയും ഭവനരഹിതർ ഇപ്പോഴും നിങ്ങളുടെ പഞ്ചായത്തിലുണ്ടെന്നാണോ? ഇപ്പോഴും പൂതാടി പഞ്ചായത്തിലുണ്ട്. അതിനുവേണ്ടി ഇത്തവണത്തെ EMS ഭവന പദ്ധതിയിൽ ആവശ്യമായിട്ടുള്ള തുക നീക്കിവെച്ചു. ഇതിൽ ആദിവാസികൾ എത്ര, അല്ലാത്തവരെത്ര എന്നുള്ള ആദിവാസികൾക്ക് വേണ്ടി BRGF എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൽ 1.5 ലക്ഷം രൂപ വീതം കൊടുക്കൊണ്ടുള്ള പദ്ധതിക്ക് വേണ്ടി ഈ 1200 പേരിൽ ആദിവാസികൾ 1200 പേരിൽ ആദിവാസികൾ ഒരു 200 പേരെ കാണും. അവർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ വീടുണ്ട്. ബാക്കിയുള്ളവർ മറ്റുള്ളവരാണ്, വീടുണ്ട്. വീടില്ലാത്തവർ, ബാക്കിയുള്ള ജനറൽ വിഭാഗത്തിൽപ്പെടുന്നവർ 1000 പേരെ മാത്രമേ കാണുക. ഇപ്പോൾ നിങ്ങളുടെ ഈ പഞ്ചായത്ത് സ്ഥാനമേറ്റ് എത്ര കൊല്ലമായി? നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് എത്ര കൊല്ലമായി? ഞാൻ അടുത്ത കാലം 6 മാസം മുമ്പാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അല്ല, എങ്കിലും ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അതിന് മുമ്പ്? അല്ല, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 4 കൊല്ലമായിട്ടും 1200 പേര് ഇപ്പോഴും ഭവനരഹിതരാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ലേ? അല്ല, ഞങ്ങളെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായ ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന പഞ്ചായത്താണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഞങ്ങൾക്കിത്. ഇപ്പോൾ ഭയങ്കര ഒരു സഹായം കിട്ടിയെങ്കിൽ മാത്രമേ ഒന്നിച്ച്. കുടുംബങ്ങൾ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അച്ഛനും 3 മക്കളും ഉണ്ടെങ്കിൽ അച്ഛനും 2 മക്കളും താമസിക്കുന്നത് സാധാരണ ഒരു ചെറിയ ചാള കിട്ടിയായിരിക്കും തൽക്കാലം താമസിക്കും. അവർക്ക് വീട് കൊടുക്കുക എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ ചുമതലയാണ്. ചുമതല കാലാകാലങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് EMS ഭവന പദ്ധതിയിൽ 4 കോടി രൂപയാണ് പൂതാടി പഞ്ചായത്ത് ഇത്തവണ വായ്പ എടുക്കുന്നത്. തുറന്ന മനസ്സോടുകൂടിയാണ് ആ ഭവന പദ്ധതിയെ സ്വാഗതം ചെയ്തത്. നാളുകളിലും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും പരമാവധി വീട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത്. സന്തോഷം. ഇങ്ങനെ ഉണ്ടായിരുന്നു. വളരെ നല്ല ചർച്ചയായിരുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കല്ലേ? ഞാൻ മാർക്ക് 15-ൽ 10 മാർക്ക്. എന്റെ 15-ൽ 10, 10-ൽ 3.5, 10-ൽ 7 മാർക്ക്. 60-ൽ 37.5 മാർക്സാണ് പൂതാടി പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത്. മാർക്സ് എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു? കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് PTD സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. നമ്മളിനി യാത്ര ചെയ്യാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവാലി ഗ്രാമപഞ്ചായത്തിലേക്കാണ്. അതിനു മുൻപായി നമുക്കെടുക്കാം ചെറിയൊരു ഇടവേള. വേണ്ട നമുക്കിനി രോഗങ്ങൾ, വ്യാധികൾ വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. ഒരു ഗ്രാമത്തിന്റെ ഭൂപടം തുറന്നു വെച്ച കൈപ്പത്തി പോലെയാണ്. ചെറുനദികളും നീർച്ചാലുകളും തോടുകളുമെല്ലാം കയ്യിലെ രേഖകൾ പോലെ കെട്ടുപണിഞ്ഞു കിടക്കുന്നു. ഈ രേഖകൾ തന്നെയാണ് ആ ഗ്രാമത്തിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ നിർണ്ണയിക്കുന്നത്. ഗ്രീൻ കേരള എക്സ്പ്രസിൽ ഇന്ന് മത്സരിക്കാനായി എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവാലി ഗ്രാമപഞ്ചായത്താണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. തിരുവാലി ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ ലതാ ഭാസ്കർ, പ്രൊഫസർ MK പ്രസാദ്. തിരുവാലി പഞ്ചായത്തിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ N കണ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീ KP ഭാസ്കരൻ, സെക്രട്ടറി ശ്രീ KK വാസു, കൃഷി ഓഫീസർ ശ്രീ M രാജഗോപാലൻ. തിരുവാലി പഞ്ചായത്തിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് എങ്ങനെയൊന്ന് പരിചയപ്പെടുത്താൻ സാധിക്കുക? മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ ഏറ്റവും ഗ്രാമപ്രദേശമാണ് ഈ തിരുവാലി പഞ്ചായത്ത്. കൃഷിക്കാരും പാവപ്പെട്ട കർഷക തൊഴിലാളികളും
ചെറുകിട കൃഷിക്കാരും താമസിക്കുന്ന ഈ പ്രദേശം തികച്ചും ഒരു ഗ്രാമീണ മേഖലയാണ് ഈ പഞ്ചായത്ത്. നമുക്കപ്പം പഞ്ചായത്തിന്റെ നാട്ടുവഴികളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാം. മലപ്പുറം ജില്ലയിലെ തിരുവാലി ഗ്രാമത്തിലൂടെയാണ് എന്റെ യാത്ര. ഈ യാത്രയിൽ വ്യത്യസ്തരായ 3 വ്യക്തികളെ ഞാൻ കണ്ടു. കൊള്ളാർ ചിത്രകലയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു ചിത്രകാരനുണ്ട് തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ, മനു കള്ളിക്കാട്. പക്ഷേ എന്തൊക്കെയാണ് ഒരു കൊള്ളാർ ചിത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഒരാളെക്കുറിച്ച് വർക്ക് ചെയ്യുമ്പോൾ അയാളെക്കുറിച്ച് നമുക്ക് കിട്ടാവുന്ന മാക്സിമം പത്രങ്ങളിലും മാസികകളിലും കാലങ്ങളായി വന്നിട്ടുള്ള കട്ടിങ്സുകൾ ശേഖരിച്ചിട്ട് അത് പേസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ജീവചരിത്രം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ ചെയ്തു വരുന്നത്. ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം സമയം വേണ്ടി വരും? ഇതിൻ്റെ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പെട്ടെന്ന് കിട്ടില്ല. നമുക്കൊരു പത്രത്തിൽ നിന്ന് ഒരു ചെറിയ പീസേ കിട്ടുള്ളൂ. അങ്ങനെ 20ഓളം വർഷം ഞാൻ കളക്ട് ചെയ്തിട്ട് ഒരു ചിത്രം ഉണ്ടാക്കാറുണ്ട്. ഒരു ചിത്രം ഉണ്ടാക്കി തീർക്കാൻ ചിലപ്പോൾ 2-3 മാസം എടുക്കും. ഇപ്പോൾ ഒരു ഗാന്ധിയുടെ ഒരു ചിത്രം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 7 വർഷം എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് കണ്ടത് അനിൽ പ്രകാശ് എന്ന പഴമയുടെ കാത്തുസൂക്ഷിപ്പുകാരനെയായിരുന്നു. ഇത് മലബാറിൻ്റെ പഴയ കാലത്തിലെ പിന്നെ വെള്ളിപ്പണം എന്ന് പറയും. ഇത് 5 പണമാണത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വെള്ളി നാണയങ്ങളാണ്. ഏറ്റവും ചെറിയ വെള്ളി നാണയമാണിത്. ഇത് പൊൻപണം, ചെമ്പോലയിൽ എഴുതിയ വട്ടെഴുത്താണ്. ഇത് നമ്മളെ പഴയ കാലത്തെ ആധാരമാണിത്. ഇത് രാമായണം ഓലയിൽ എഴുതിയ. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് പുലിക്കോട്ടിൽ ഹൈദരാലി. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? ഇദ്ദേഹത്തിന് ഏകദേശം 10,000-ഓളം ഗ്രാമഫോൺ റെക്കോർഡുകളുടെ കളക്ഷനുകളുണ്ട്. ജ്ഞാനാംബിക മുതൽ ചിത്രം വരെയുള്ള ഗ്രാമഫോൺ റെക്കോർഡ്സിന്റെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിലായിട്ട് 16 ഗ്രാമഫോൺ റെക്കോർഡ്സുകളുണ്ട്. പതിനായിരത്തോളം പാഠപുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ 500-ൽ പരം മലയാള സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ VCD ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചാനലിൽ വരാത്ത പല സിനിമകളും എൻ്റെ കയ്യിലുണ്ട്. ഇനി നമുക്ക് തിരുവാലിയുടെ വികസന മാതൃകകളെ കുറിച്ച് പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചറിയാം. തിരുവാലി പഞ്ചായത്ത് തികച്ചും കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ മറ്റുള്ളവ ബന്ധപ്പെടുത്തിക്കൊണ്ട് നേതൃത്വാധിഷ്ഠിത പദ്ധതിയാണ് ഞങ്ങൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തിട്ടാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയും അതുപോലെ തന്നെ മൃഗസംരക്ഷണവും പോരാത്തത് മത്സ്യകൃഷിയും ആ രൂപത്തിൽ ഇൻറ്റിഗ്രേഷൻ നടത്തിയിട്ടാണ് അവിടെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 സെൻറ്റ് മുതൽ 5 ഏക്കർ വരെയുള്ള കൃഷിക്കാരുടെ ഇടയിൽ ഈ വാട്ടർഷെഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അവരെ മണ്ണ് ജല സംരക്ഷണം നടത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തിരുവാലി പഞ്ചായത്തിലെ 7 വാട്ടർഷെഡുകളിലാണ് ഈ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വാട്ടർഷെഡിൻ്റെ പ്രവർത്തനം വളരെ നല്ല രൂപത്തിൽ നടത്തുന്നതോടൊപ്പം തന്നെ കൃഷിക്കാർക്ക് വാട്ടർഷെഡിൻ്റെ ഭാഗമായി തൊഴിലുറപ്പുകാർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അവർക്ക് വിത്തും അതുപോലെ തന്നെ വളവും കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്ന പ്രവർത്തനവും പഞ്ചായത്ത് അതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവാലിയുടെ വികസന കാഴ്ചകളിലേക്ക് ഇത് ഇളയടത്തുകുന്ന് കോളനി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നീർത്തട വികസനത്തിന് വേണ്ടി മൺകയ്യാലകൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു. ചേട്ടാ, ഈ മൺകയ്യാല കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു കുത്തനുള്ള സ്ഥലമുണ്ട്. ഈ വെള്ളം ഇങ്ങനെ കുത്തിവെച്ച് പോരുന്നത് വരെ ഇപ്പോൾ ഇത് കെട്ടിയതിന് ശേഷം എന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്താനും അതുവഴി നമുക്ക് ജലസ്രോതസ് ഉയർത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ചേട്ടാ, എത്ര സ്ഥലങ്ങളിലായിട്ടാണ് ഇതിപ്പോൾ നമ്മളെ ഗ്രാമപഞ്ചായത്തിനകത്ത് മൊത്തം 45 കോളനികളാണ്. ഈ കോളനികളൊക്കെ തന്നെ ഈ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മൺകയ്യാല നിർമ്മിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ എല്ലാവരും.